അപ്പോൾ ഞാനിവിടെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തു. ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആകുമ്പം 12 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി ഈ സ്റ്റിച്ച് മാർക്കർ ഇട്ട ആ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഞാനിവിടെ കളർ ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏത് കളറാണോ ഹെഡിന് യൂസ് ചെയ്യുന്നത് ആ കളറ് എടുക്കുക. കുറച്ച് ടൈലിൻ്റെ അധികം എടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച ആ ഒരു ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ഹെഡിൻ്റെ കളറ് യാണ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മളെ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാണ് ഓവർ ചെയ്യുക. ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു ലൂപ്പ് മറ്റേ കളറും ഒരു ലൂപ്പ് വൈറ്റും ആണ് കിട്ടുന്നത്. ഇനി നമ്മൾ റണ്ണിങ് യാണായിട്ട് യൂസ് ചെയ്യേണ്ടത് ഈ ഒരു വൈറ്റ് കളർ യാണാണ്. കുറച്ച് സ്റ്റിച്ചസ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് തന്നെയാണ് ഈ വൈറ്റ് കളർ യാണ് ആഡ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത്. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യുക. ഒരു 3-4 സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഇതുവരെ ചെയ്തിട്ടുള്ള ഈ ഒരു ബ്രൗൺ കളർ യാണ് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ യാണ് അവിടെ ഊരിപ്പോരൊന്നുമില്ല അങ്ങനെ ചെയ്തതുകൊണ്ട്. നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ട് ഹെഡ് സ്റ്റാർട്ട് ചെയ്യാണ്. ഹെഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ഈ ഫസ്റ്റ് റോയിൽ നമുക്ക് കിട്ടുക. അപ്പോൾ 12 എണ്ണം കൗണ്ട് ചെയ്തിട്ട് 12 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ 12 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ സെക്കൻഡ് റൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ചെയിനിൽ സെക്കൻഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. നമ്മൾ ഈ സെക്കൻഡ് റൗണ്ട് ഹെഡിൻ്റെ സെക്കൻഡ് റൗണ്ട് ചെയ്യുന്നത് ഓരോ ചെയിനിലും 2 എണ്ണം വെച്ചിട്ടാണ്. അപ്പോൾ 12 സ്റ്റിച്ചിന് നമ്മൾ 24 സ്റ്റിച്ചായിട്ട് ഇൻക്രീസിങ് ചെയ്യാണ്. അപ്പോൾ ഈ സ്റ്റിച്ചിൽ ഞാൻ 2 എണ്ണം ചെയ്തു. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ടോട്ടൽ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. 12 അല്ല 24. താഴെ നമുക്ക് 12 സ്റ്റിച്ചാണുള്ളത്. 12 സ്റ്റിച്ചിനെ നമ്മൾ ഇൻക്രീസ് ചെയ്തുമ്പോൾ നമുക്ക് 24 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ നമുക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയപ്പോൾ എനിക്ക് 24 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ കൗണ്ട് ചെയ്യുക, 24 സ്റ്റിച്ച് തന്നെ കിട്ടിയിട്ടുണ്ടോ എന്ന് കൗണ്ട് ചെയ്യുക. നമ്മൾ തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. തേർഡ് റൗണ്ടിൽ ഞാൻ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത ആ ഒരു സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. വീണ്ടും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. നമ്മൾ തേർഡ് റൗണ്ട് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ തേർഡ് റൗണ്ട് നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 1 ഓൾറെഡി ചെയ്തു. ഇനി സെക്കൻഡ് വണ്ണിൽ 2 3 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ഒരു ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കുക. 1 2
വീണ്ടും 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. 4th വൺ നമുക്ക് ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കുക. ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. വീണ്ടും നമുക്ക് 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 3 സിംഗിൾ ക്രോഷേ. ഇനി 4th ചെയിനിൽ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 3 സിംഗിൾ ക്രോഷേ. അടുത്ത സ്റ്റിച്ചിൽ നമുക്ക് ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കാം. വീണ്ടും 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച്. അടുത്ത 4th വണ്ണിൽ 2 സിംഗിൾ ക്രോഷേ ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കുക. വീണ്ടും 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 അടുത്ത സ്റ്റിച്ചിൽ നമുക്ക് ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ റൗണ്ട് നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. അങ്ങനെ ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ അപ്പോൾ നമ്മളിവിടെ 3rd റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 30 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി നമുക്ക് 4th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ആ ഒരു സ്റ്റിച്ച് മാർക്കറിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ 4th റൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി നമുക്കതിൽ വീണ്ടും ആ ഒരു സ്റ്റിച്ചിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമ്മൾ 4 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് എന്നുള്ള ഒരു പാറ്റേൺ ആണ് ഈ ഒരു റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓൾറെഡി നമ്മൾ 1 ചെയ്തു. 2 3 4 4 സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി നമുക്കൊരു ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കാം. ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 സെയിമിൽ തന്നെ 2 സ്റ്റിച്ച് ചെയ്തു. ഇനി വീണ്ടും 4 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 4 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച്. 5ാമത്തെ സ്റ്റിച്ച് നമുക്ക് ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കുക. ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്യുക. 4 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് എന്നുള്ള ഒരു പാറ്റേൺ ഈ റൗണ്ട് മുഴുവൻ നമുക്ക് ചെയ്ത് കൊടുക്കാം. 4 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് മുഴുവൻ ചെയ്യുക. 5ാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 4 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 4 സിംഗിൾ ക്രോഷേ ചെയ്തു. ലാസ്റ്റ് ചെയിനിൽ ഒരു ഇൻക്രീസിങ് ചെയ്യുക. ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്യാം. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 36 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. അപ്പോൾ നിങ്ങൾ ഒന്ന് പിന്നെ കൗണ്ട് ചെയ്ത് നോക്കുക 36 സ്റ്റിച്ച് കിട്ടിയിട്ടില്ലേന്ന്. ഇനി നമ്മൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അടുത്ത റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിന് ശേഷം ആ ഒരു സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് 5 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ്. 5 സിംഗിൾ ക്രോഷേ ചെയ്യുക. 1 ഓൾറെഡി ചെയ്തു. 1 2 3
4 5 5 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ആറാമത്തേൽ നമുക്ക് ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് 5 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 5 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ നമുക്ക് ഈ റൗണ്ട് മുഴുവനും ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഈ റൗണ്ട് മുഴുവനും ഞാൻ 5 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് മുഴുവനും നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ റൗണ്ട് മുഴുവൻ നമുക്ക് കംപ്ലീറ്റ് ആകുമ്പം നമുക്ക് 42 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഇത് നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അടുത്ത റൗണ്ട് സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും ആ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ 6 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് ആണ് ചെയ്യുന്നത്. ഒന്ന് നമ്മൾ ഓൾറെഡി ചെയ്തു. ഇനി 1 ചെയ്തു, 2 3 4 5 6 6 സിംഗിൾ ക്രോഷേ ചെയ്തു. നമുക്ക് ഏഴാമത്തെ ചെയിനിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 6 സിംഗിൾ ക്രോഷേ 7ത്തിൽ നമ്മൾ 2 എണ്ണം ചെയ്തു. വീണ്ടും നമുക്ക് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 4 5 6 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഏഴാമത്തേൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 6 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ്, 6 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് മുഴുവൻ നമുക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഈ റൗണ്ട് മുഴുവനും നമ്മൾ 6 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ്, 6 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ മുഴുവൻ ചെയ്തു. നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് ഈ ഒരു റൗണ്ട് വരെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ഇനി 12 റൗണ്ടിലും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇൻക്രീസിങ് ഒന്നും ചെയ്യുന്നില്ല. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങളില്ലേ ഇനി സ്റ്റിച്ച് മാർക്കർ വെക്കുമ്പം ഈ ടോപ്പിൽ വെക്കണ്ട. ഈ ടോപ്പിൽ വെക്കാതെ നമുക്ക് ഈ ഒരു ഭാഗത്താക്കിയിട്ട് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഇതുവരെ നമ്മൾ ടോപ്പിലാണല്ലോ വെച്ചത്, അങ്ങനെ വെക്കാതെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്താൽ പിന്നെ ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇവിടുന്ന് നമ്മൾ 12 റോയിലും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴേ നമുക്ക് കൗണ്ട് ചെയ്യാൻ എളുപ്പത്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ ചെയിനിലും ഓരോ റൗണ്ട് കഴിയുമ്പോഴും സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാനൊക്കെ എളുപ്പമാവും. ഇതിപ്പോൾ നമ്മൾ ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ 48 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ഇനി നമ്മൾ 12 റൗണ്ട് ചെയ്യുമ്പോൾ ഈ 48 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് തന്നെ കിട്ടണം. സ്റ്റിച്ചസ് കൂടാനോ കുറയാനോ പാടില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളെ പാറ്റേൺ മാറിപ്പോവും. അപ്പോൾ നിങ്ങൾ ഓരോ റൗണ്ടും ബിഗിനേഴ്സ് ആണെങ്കിലും പ്രത്യേകിച്ച് ഓരോ റൗണ്ടും ഇങ്ങനെ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് കൗണ്ട് ചെയ്തിട്ട് ഓരോ റൗണ്ടിൽ 28 സ്റ്റിച്ച് 48 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം അടുത്ത റൗണ്ടിലേക്ക് പോവുക. 48 കിട്ടുന്നില്ല അല്ലെങ്കിൽ 48 അധികം ആവുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ റൗണ്ട് റിമൂവ് ചെയ്തിട്ട് എവിടെയാണോ സ്റ്റിച്ചസ് കൂടി നോക്കിയിട്ട് അപ്പോൾ നമുക്ക് ഓരോ റൗണ്ടും നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് അധികം മിസ്റ്റേക്ക് ഇല്ലാതെ പോകാൻ പറ്റും. ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ ഇങ്ങനെ 48 ഉള്ളത് 49, അടുത്ത റൗണ്ടിലേക്ക് 50, അടുത്ത റൗണ്ടിലേക്ക് 51 അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻക്രീസിങ് ആയി വന്നാൽ നമ്മളെ പാറ്റേൺ മാറും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ പെട്ടെന്ന് വീഡിയോ കാണുമ്പോൾ അതെടുത്ത് ചെയ്യാതെ നിങ്ങൾ ആദ്യം വീഡിയോ നോക്കുക. എന്നിട്ട് അതിൽ ഏതൊക്കെ സ്റ്റിച്ചസ് ഉണ്ട് ഓരോ റൗണ്ടും കൗണ്ട് ചെയ്ത് ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോഴേ നമുക്ക് ആ കറക്റ്റ് പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാനൊക്കെ കുറച്ച് പണി ഉണ്ടാവും, പക്ഷെ അത് മടി വിചാരിക്കരുത്. നമുക്ക് ആ ഡോളിൻ്റെ ഒക്കെ കറക്റ്റ് ക്യൂട്ട്നെസ് കിട്ടണമെങ്കിൽ ആ സ്റ്റിച്ചസൊക്കെ കറക്റ്റ് ആയാലേ പറ്റുള്ളൂ.
അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഏത് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ സ്റ്റിച്ചസൊക്കെ എഴുതി വെച്ചതിന് ശേഷം ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ഇങ്ങനെ റൗണ്ടിൽ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇവിടെ ഇനിയിപ്പോൾ ഞാൻ ഈ സൈഡിലേക്കാണല്ലോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്, അപ്പോൾ പിന്നെ ഇനി ഇത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സ്റ്റിച്ച് ഈ ഒരു ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് അങ്ങനെ 12 റൗണ്ട് വരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യുക. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, 48 സ്റ്റിച്ച് തന്നെ കിട്ടണം, അതിൽ കൂടാനോ കുറയാനോ പാടില്ല. അങ്ങനെ 12 വരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് 12 റൗണ്ട് എത്തിയിട്ടുണ്ട്. ഓരോ റൗണ്ടിലും എനിക്ക് 48 സ്റ്റിച്ചസാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കൊന്ന് ഞാനിവിടെ ആ സ്റ്റിച്ച് മാർക്കർ വെച്ചതുകൊണ്ട് കൗണ്ട് ചെയ്യാൻ എളുപ്പമാണ്. 1 2 3 4 5 6 7 8 9 10 11 12 12 റൗണ്ട് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചെയിന് നമുക്കൊന്ന് കുറച്ച് വലിച്ച് വെക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് ഫൈബർ ഫിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ആ നെക്കിൻ്റെ ഭാഗത്തൊക്കെ നല്ലോണം ഇങ്ങനെ കൈകൊണ്ട് അമർത്തിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നാലും ആ നെക്കൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് കളിക്കും. അപ്പോൾ അതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് നല്ലോണം ഫില്ല് ചെയ്യുക. അധികം ആവും ചെയ്യരുത്, എന്നാലിട്ട് കുറയും ചെയ്യരുത്. ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. തൽക്കാലം കുറച്ച് ചെയ്യുക. പിന്നെ നമ്മൾ ആ നെക്കിൻ്റെ ഭാഗത്തേക്കൊക്കെ നല്ലോണം ഇങ്ങനെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ നീഡിൽ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഇറക്കിയിട്ട് നല്ലോണം ആ ഒരു ഭാഗം നല്ല ടൈറ്റാക്കിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ നെക്ക് ഇളകി കളിക്കും. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഞാൻ ഈ സ്റ്റിച്ച് മാർക്കർ ഇവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുകയാണ്. സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് മാർക്കർ വെക്കുക. ഇത് നമ്മൾ 6 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിംഗ് എന്നുള്ള പാറ്റേൺ ആണ് ഈ റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 6 സിംഗിൾ ക്രോഷ്യ ഒന്ന് ഓൾറെഡി ചെയ്തു. 2 3 4 5 6 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. 7th ചെയിനിലെ ഫ്രണ്ട് ലൂപ്പും 8th ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു ഇൻവിസിബിൾ സിംഗിൾ ക്രോഷ്യ ഡിക്രീസിങ് നമ്മൾ ചെയ്തു. ഇനി വീണ്ടും 6 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യുക. 1 2 3 4 5 6 6 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തു. 7th ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും 8th ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ഡിക്രീസിങ് ചെയ്ത് കൊടുത്തു. വീണ്ടും നമുക്ക് 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 6 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 7th ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും 8th ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ പാറ്റേൺ 6 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് മുഴുവൻ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ ഈ റൗണ്ട് ഫുള്ളും 6 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ചെയ്തു. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ ഫുള്ളാവുമ്പോൾ നമുക്ക് 42 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. വീണ്ടും നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അതിൽ നമ്മൾ വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ 5 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 5 സിംഗിൾ ക്രോഷ്യയിൽ നമ്മൾ ഓൾറെഡി ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി 2 3
4 5. അപ്പം നമ്മൾ ഈ ഒരു ഫില്ല് ചെയ്തുകൊണ്ട് അതിങ്ങനെ ചിലപ്പോൾ ആ ഒരു കോട്ടണ് നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഫിംഗർ വെച്ചിട്ട് അതൊന്നിങ്ങനെ ആ ഒരു ഭാഗത്തു നിന്ന് മാറ്റി കൊടുക്കണം. 5 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. 6ാമത്തെയും 7ാമത്തെയും സ്റ്റിച്ച് നമ്മൾ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഒരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. സിംഗിൾ ക്രോഷേ ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും 5 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5. 5 ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ 6ാമത്തെ ഫ്രണ്ട് ലൂപ്പും 7ാമത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഒരു ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും 5 സിംഗിൾ ക്രോഷേ ചെയ്യുക. 1 2 3 4 5. 6ാമത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും 7ാമത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് സിംഗിൾ ക്രോഷേ ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ റൗണ്ട് മുഴുവനും ചെയ്യാം. നമ്മൾ ഈ റൗണ്ട് മുഴുവനും ഓരോ ചെയിനിലും 5 ചെയിനിലും സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം ഒരു ഡിക്രീസിങ് ചെയ്തു. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 36 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി നമ്മൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് അതിലൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ 4 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഒന്ന് ഓൾറെഡി ചെയ്തു. 2 3 4. 4 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. 5th 1ൻ്റെ ഫ്രണ്ട് ലൂപ്പും 6th 1ൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം. വീണ്ടും 4 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4. 4 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ്. 5th 1ൻ്റെ ഫ്രണ്ട് ലൂപ്പും 6th 1ൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ ഡിക്രീസിങ് ചെയ്യുക. ഈ റൗണ്ട് മുഴുവനും അങ്ങനെ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ 4 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് മുഴുവനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റൗണ്ട് നമുക്ക് കഴിയുമ്പോൾ 30 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ആ ഒരു ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സെയിം സ്പേസിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ 3 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. 3 ചെയിനിലും സിംഗിൾ ക്രോഷേ ചെയ്യുക. ഒന്ന് ഓൾറെഡി ചെയ്തു. 1 2 3. 3 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് ചെയ്യുക. 4th ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും 5th ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്യുക. നമുക്കൊരു സിംഗിൾ ക്രോഷേ ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം. വീണ്ടും 3 ചെയിനിലും 1 2 3. 3 ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 4th ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും 5th ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. വീണ്ടും 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3. 4th ചെയിനിലെ ഫ്രണ്ട് ലൂപ്പും 5th ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് വിസിബിൾ ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. 1 2 3. 4th ചെയിനിലെ ഫ്രണ്ട് ലൂപ്പും 5th ചെയിനിലെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. വീണ്ടും 1 2 3. 4th ചെയിനിലെ ഫ്രണ്ട് ലൂപ്പും 5th ചെയിനിലെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. വീണ്ടും 1 2 3. 4th ചെയിനിലെ ഫ്രണ്ട് ലൂപ്പും 5th ചെയിനിലെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 24 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. സെയിം സ്പേസിൽ നമ്മളൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ
2 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 1 ഓൾറെഡി ചെയ്തു, 2 2 സിംഗിൾ ക്രോഷേ ചെയ്യുക. 3rd ചെയിൻ്റെ ഫ്രണ്ട് ലൂപ്പും 4th ചെയിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. വീണ്ടും 1 2 3rd ചെയിൻ്റെ ഫ്രണ്ട് ലൂപ്പും 4th ചെയിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും 1 2 ഒരു ഡിക്രീസിങ് ചെയ്യുക. 1 2 ഒരു ഡിക്രീസിങ് ചെയ്യുക. 1 2 ഒരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. 1 2 വീണ്ടും ഒരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 18 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. നമ്മൾ ഇവിടെ ഹെഡ് ഇങ്ങനെ ചെറുതായി വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. സെയിം സ്പേസിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക, ഒരു ഡിക്രീസിങ് ചെയ്യുക. ആ ഒരു പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്രോഷേ നമ്മൾ ഓൾറെഡി ചെയ്തു. ഇനി ഒരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. ഇനി ഒരു ഡിക്രീസിങ് ചെയ്യുക. അടുത്ത ചെയിനിൽ സിംഗിൾ ക്രോഷേ, ഒരു ഡിക്രീസിങ്. 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 അപ്പോൾ ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഫൈബർ ഫില്ല് ആഡ് ചെയ്യാണ്ട്. അപ്പോൾ നമുക്കിനി ഈ ആണൊന്ന് വലിച്ചു കൊടുത്തിട്ട് ബാക്കി വരുന്ന ഫൈബർ ഫിൽസ് ഒന്ന് നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കുക.